ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് രാജ്യം മുഴുവൻ ഉറ്റുനോക്കുന്ന അതീവ ഗൗരവമുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ്. ഒരാൾ കൃത്യമായി 19 ദിവസമായി ആഹാരമൊന്നും കഴിക്കാതെ നിരാഹാര സമരത്തിലാണ്. അതെ, 19 ദിവസങ്ങൾ. ഇങ്ങനെ പോയാൽ അദ്ദേഹത്തിന്റെ ജീവൻ തന്നെ അപകടത്തിലാകുമെന്നും വെറും 2 ദിവസത്തിനകം മരണം തന്നെ സംഭവിച്ചേക്കാമെന്നും കാണിച്ച് ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഒരു അടിയന്തര ഹർജി പോലും സമർപ്പിച്ചിരിക്കുകയാണ്. വിഷയം പുറത്തു വന്നതോടെ സോഷ്യൽ മീഡിയയിലും രാജ്യത്തുടനീളവും വലിയൊരു ജനവിഭാഗം അദ്ദേഹത്തിന് പിന്തുണയുമായി രംഗത്തെത്തിക്കഴിഞ്ഞു. ആരാണ് ഈ വ്യക്തി? എന്തുകൊണ്ടാണ് സ്വന്തം ജീവൻ പണയം വെച്ചുകൊണ്ട് അദ്ദേഹം ഇത്രയും കടുത്തൊരു സമരത്തിലേക്ക് നീങ്ങിയത്? രാജ്യത്തിപ്പോൾ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതിന്റെ പിന്നിലെ മുഴുവൻ കാര്യങ്ങളും വളരെ വ്യക്തമായി നമുക്കറിയാം. പക്ഷെ അതിലേക്ക് കടക്കുന്നതിന് മുൻപ് ഇതുപോലുള്ള പ്രധാനപ്പെട്ടതും ഗൗരവമുള്ളതുമായ വിഷയങ്ങൾ കൃത്യമായി അറിയാൻ നിങ്ങൾക്ക് ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. ഈ സമരത്തിന് പിന്നിലുള്ളത് മറ്റാരുമല്ല, സോനം വാങ്ചുക് എന്നൊരു പ്രതിഭയാണ്. ഈ പേര് ഒരു പക്ഷേ ചിലർക്കെങ്കിലും പുതിയതായിരിക്കാം. എന്നാൽ ഇദ്ദേഹത്തെ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കി തരാൻ ഒരു സിനിമയിലെ കഥാപാത്രത്തെ ഓർമ്മിപ്പിച്ചാൽ മതിയാകും. തമിഴിൽ വിജയ് അഭിനയിച്ച നൻപൻ എന്ന സിനിമയിലെ കൊസെക്സി പസപ്പുകൾ എന്ന ഒരു കഥാപാത്രത്തെ ഓർമ്മയില്ലേ? അല്ലെങ്കിൽ അതിന്റെ ഒറിജിനൽ ഹിന്ദി ചിത്രമായ 3 ഇഡിയറ്റ്സ്, അതിലെ അമീർ ഖാൻ അവതരിപ്പിച്ച ഫുൻസിക് വാങ്ഡു എന്ന ആ ഐക്കോണിക് ക്യാരക്ടർ. കുട്ടികളെ വെറും പരീക്ഷാ യന്ത്രങ്ങളാക്കി മാറ്റാതെ പഠിത്തത്തെ എൻജോയ് ചെയ്യാൻ പഠിപ്പിക്കണമെന്നും വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരണമെന്നും ആഗ്രഹിച്ച ആ കഥാപാത്രം യഥാർത്ഥത്തിൽ രൂപപ്പെടുത്തിയത് ഈ സോനം വാങ്ചുവിന്റെ യഥാർത്ഥ ജീവിതത്തെയും ആശയങ്ങളെയും മുൻനിർത്തിയാണ്. അത്രയേറെ അറിവുള്ള, വിദ്യാഭ്യാസത്തോട് അങ്ങേയറ്റം അഭിനിവേശമുള്ള ഒരു മനുഷ്യനാണ് ഇദ്ദേഹം. അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് ഇന്ന് തെരുവിലിറങ്ങി സമരം ചെയ്യുന്നത്. ഇന്ത്യയുടെ വിദ്യാഭ്യാസ മന്ത്രി ഉടനടി രാജിവെക്കണം, എങ്കിൽ മാത്രമേ ഇവിടെയുള്ള ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളോട് ചെയ്യുന്ന നീതിയാകൂ എന്നാണ് അദ്ദേഹം ശക്തമായി ആവശ്യപ്പെടുന്നത്. തന്റെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതുവരെ സ്വന്തം ജീവൻ പോയാലും സമരത്തിൽ നിന്നും ഒരടി പിന്മാറില്ല എന്ന ഉറച്ച തീരുമാനത്തിലാണ് അദ്ദേഹം. ഈ സമരത്തിന്റെ തീവ്രത മനസ്സിലാക്കി പ്രകാശ് രാജ് ഉൾപ്പെടെയുള്ള പ്രമുഖരും നിരവധി സാമൂഹിക പ്രവർത്തകരും ഇപ്പോൾ അദ്ദേഹത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ലഡാക്കിലെ സമരപന്തലിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഒരു ശാസ്ത്രജ്ഞനും വിദ്യാഭ്യാസ വിദഗ്ധനുമായി ഇദ്ദേഹം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു രാഷ്ട്രീയ സമരത്തിലേക്ക് ഇറങ്ങിയത്? അത് മനസ്സിലാക്കണമെങ്കിൽ സോനം വാങ്ചുവിന്റെ ഒരു ഭൂതകാലത്തിലേക്ക് നമ്മൾ ഒന്ന് കണ്ണോടിക്കേണ്ടതുണ്ട്. വിദ്യാഭ്യാസത്തിന് ഇത്രയേറെ പ്രാധാന്യം നൽകുന്ന ഇദ്ദേഹം ജനിച്ചതും വളർന്നതും വടക്കേ ഇന്ത്യയിലെ ലഡാക്ക് മേഖലയിലാണ്. അദ്ദേഹം ജനിച്ച ആ കാലഘട്ടത്തിൽ അവിടുത്തെ ഗ്രാമങ്ങളിൽ അടിസ്ഥാന സൗകര്യങ്ങളോ ഒരു സ്കൂൾ പോലും ഉണ്ടായിരുന്നില്ല. സ്കൂളുകൾ എന്താണെന്ന് പോലും അറിയാത്തൊരു ചുറ്റുപാടിൽ വളർന്നതുകൊണ്ട് തന്നെ തൻ്റെ 9-10 വയസ്സ് ആ പ്രായം വരെ അദ്ദേഹത്തിന് സ്കൂളിൽ പോകാൻ കഴിഞ്ഞിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ആ ഒരു പശ്ചാത്തലത്തിൽ നിന്നാണ് വിദ്യാഭ്യാസം ഓരോ കുട്ടിയുടെയും അവകാശമാണെന്ന് അദ്ദേഹം തിരിച്ചറിയുന്നതും അതിനായി ജീവിതം മാറ്റിവെക്കുന്നതും. അങ്ങനെ ഒടുവിൽ സ്കൂളിൽ പോകാൻ തുടങ്ങിയപ്പോഴാകട്ടെ അവിടെയും അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നത് വലിയ പ്രതിസന്ധികളായിരുന്നു. പ്രായം കൂടി സ്കൂളിലെത്തിയത് കൊണ്ട് തന്നെ സഹപാഠികളിൽ നിന്നും മറ്റും ക്രൂരമായ പരിഹാസങ്ങളും ബുള്ളിങ്, മാനസിക പീഡനങ്ങളും അദ്ദേഹത്തിന് സഹിക്കേണ്ടി വന്നു. പുതിയതായി വരുന്ന കുട്ടികളെ വിരട്ടുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന ആ ഒരു മോശം അന്തരീക്ഷത്തെ മുഴുവനും അതിജീവിച്ചാണ് അദ്ദേഹം മുന്നോട്ട് പോയത്. വലിയ മാനസിക സമ്മർദ്ദങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും പഠനത്തിൽ അദ്ദേഹം അതീവ മിടുക്കനായിരുന്നു. നമ്മൾ ആ സിനിമകളിൽ കാണുന്നത് പോലെ തന്നെ അത്രയേറെ ബുദ്ധിശക്തിയുള്ള ഒരു വ്യക്തിയായിരുന്നു ഇദ്ദേഹം. പിന്നീട് ഹയർ സ്റ്റഡീസിനെത്തിയപ്പോൾ ഏത് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് തിരഞ്ഞെടുക്കും എന്നതിനെ ചൊല്ലി അദ്ദേഹത്തിന് സ്വന്തം പിതാവുമായി വലിയ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി. അച്ഛൻ്റെ കടുത്ത സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ തനിക്ക് ഇഷ്ടപ്പെട്ട വിഷയം തന്നെ അദ്ദേഹം തിരഞ്ഞെടുത്തു. അങ്ങനെ ആർക്കിടെക്ചർ ഉൾപ്പെടെ പല കോഴ്സുകളും അദ്ദേഹം പഠിച്ചെടുത്തു. എന്നാൽ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് അദ്ദേഹം അവസാനം എന്താണ് ചെയ്തതെന്നറിയാമോ? സിനിമയിൽ കാണുന്നത് പോലെ തന്നെ കുട്ടികൾക്ക് സങ്കടമില്ലാതെ സന്തോഷത്തോടെ പഠിക്കാൻ പറ്റുന്ന തികച്ചും വ്യത്യസ്തമായ ഒരു വിദ്യാലയം സ്ഥാപിക്കണമെന്ന ലക്ഷ്യത്തോടെ അദ്ദേഹം വീണ്ടും സ്വന്തം നാടായ ലഡാക്കിലേക്ക് തന്നെ മടങ്ങിയെത്തി. അവിടെ അദ്ദേഹം മാതൃകാ സ്കൂൾ തന്നെ കെട്ടിപ്പടുത്തു. സിനിമയുടെ ക്ലൈമാക്സിൽ കാണിക്കുന്നത് പോലെ അത്യന്തം സവിശേഷതകൾ നിറഞ്ഞ ഒരു സ്കൂളാണത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, അവിടുത്തെ ക്ലാസ് മുറികളുടെ വാതിലുകൾ തുറക്കുന്ന തറയിൽ 10 ഡിഗ്രി, 20 ഡിഗ്രി, 30 ഡിഗ്രി, 45 ഡിഗ്രി, 60 ഡിഗ്രി, 90 ഡിഗ്രി എന്നിങ്ങനെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. കുട്ടികൾ വാതിൽ തുറക്കുമ്പോൾ തന്നെ 45 ഡിഗ്രി എന്നാൽ എത്രയാണ്, 60 ഡിഗ്രി എന്നാൽ എത്രയാണ്, ഇങ്ങനെ പ്രായോഗികമായി മനസ്സിലാക്കാൻ വേണ്ടിയാണ് അത് അങ്ങനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ അവിടെ സമയം നോക്കാനുള്ള ക്ലോക്ക് അത് എങ്ങനെയുള്ളതാണെന്ന് അറിയാമോ? തറയിൽ വലിയൊരു വൃത്തം വരച്ചിട്ടുണ്ടാകും. അതിന്റെ മധ്യത്തിൽ ചെന്ന് നിന്നാൽ
നമ്മുടെ നിഴൽ എവിടെയാണോ വീഴുന്നത് അതിനെ അടിസ്ഥാനമാക്കിയാണ് സമയം കണക്കാക്കുന്നത്. ഉദാഹരണത്തിന് നിഴൽ വന്ന് വീഴുന്നത് 11 എന്ന അക്കത്തിലാണെങ്കിൽ സമയം 11 മണി, 12-ലാണെങ്കിൽ 12 മണി. ഈ രീതിയിൽ പ്രകൃതിയോട് ഇണങ്ങി നിന്നുകൊണ്ട് ഒട്ടും സമ്മർദ്ദമില്ലാത്ത ഒരു വിദ്യാഭ്യാസ രീതിയാണ് അദ്ദേഹം അവിടെ രൂപപ്പെടുത്തിയെടുത്തത്. പരിസ്ഥിതി സംരക്ഷണത്തിനായി, സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിനായി നിരന്തരം പോരാടുന്ന ഒരു വ്യക്തി കൂടിയാണ് ഇദ്ദേഹം. വിദ്യാഭ്യാസത്തെക്കുറിച്ച് അദ്ദേഹത്തിനുള്ള കാഴ്ചപ്പാട് എന്താണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടാകും. കുട്ടികളെ പരീക്ഷകളുടെ പേരിൽ അനാവശ്യമായ സമ്മർദ്ദത്തിലാക്കരുത് എന്നാണ് അദ്ദേഹം എപ്പോഴും പറയുന്നത്. ഒരു സിനിമയിലെ പ്രശസ്തമായൊരു ഡയലോഗ് പോലെ, ഒരു മീനിനെ പിടിച്ച് മരത്തിൽ കയറാൻ നിർബന്ധിച്ചാൽ അതെങ്ങനെ സാധിക്കും? മീനിനെ നന്നായി നീന്താനും കുരങ്ങനെ നന്നായി മരത്തിൽ കയറാനുമാണ് പഠിപ്പിക്കേണ്ടത്. കുട്ടികളെ അവരുടെ അഭിരുചിക്ക് അനുസരിച്ചുള്ള മേഖലകൾ തിരഞ്ഞെടുക്കാൻ സ്വാതന്ത്ര്യം നൽകണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അദ്ദേഹം. അങ്ങനെയുള്ള ഈ മനുഷ്യൻ ഇന്ന് രാജ്യത്ത് ഏറ്റവും കൂടുതൽ അസ്വസ്ഥനാകാനും തെരുവിലിറങ്ങാനും കാരണം സമീപകാലത്ത് രാജ്യത്ത് നടന്ന നീറ്റ് പരീക്ഷാ വിവാദങ്ങളാണ്. ഇന്ന് നീറ്റ് പരീക്ഷ നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയൊരു പ്രതിസന്ധിയായി മാറിയിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാക്കൾ മുതൽ നമ്മുടെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ വരെ ഈ വിഷയത്തിൽ കടുത്ത പ്രതിഷേധവുമായി രംഗത്തെത്തിക്കഴിഞ്ഞു. എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത്? രാജ്യത്ത് ഒരു ഡോക്ടറാകാൻ ആഗ്രഹിക്കുന്ന ഏതൊരു വിദ്യാർത്ഥിക്കും ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷയാണ് നീറ്റ്. ഇന്ത്യയിലുടനീളം ഏതാണ്ട് 22 ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് ഈ ഒരു പരീക്ഷയ്ക്കായി അത്രയേറെ കഷ്ടപ്പെട്ട് പഠിക്കുന്നത്. 8ാം ക്ലാസ് മുതലും, എന്തിന് 6ാം ക്ലാസ് മുതൽ പോലും കുട്ടികളായി ഇതിനായിട്ടുള്ള കോച്ചിങ്ങിൽ ചേർക്കുന്നവരുണ്ട്. ഒരു കുട്ടിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രായം മുഴുവൻ ഈ പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള വലിയ സമ്മർദ്ദത്തിലാണ് അവർ ചിലവഴിക്കുന്നത്. എന്നാൽ ഇത്രയും പ്രധാനപ്പെട്ട ഒരു പരീക്ഷ നടക്കുന്നതിന് തൊട്ടു മുൻപ് അതിൻ്റെ ചോദ്യപേപ്പർ ചോർന്നു. ഈ ഒരു നടുക്കുന്ന വിവരമാണ് പുറത്തു വന്നത്. അത് വെറുതെ ഒരു ചോർച്ചയായിരുന്നില്ല, മറിച്ച് വൻ തുകയ്ക്ക് ചോദ്യപേപ്പറുകൾ മുൻകൂട്ടി വിൽക്കപ്പെടുകയായിരുന്നു. പണം വാങ്ങി കച്ചവടം നടത്തിയ വലിയൊരു തട്ടിപ്പാണ് അവിടെ സംഭവിച്ചത്. വർഷങ്ങളോളം തങ്ങളുടെ ജീവിതം ഇതിനായി മാറ്റിവെച്ച ആ ലക്ഷക്കണക്കിന് കുട്ടികളുടെ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ ചോദ്യപേപ്പർ ചോർച്ച വാർത്ത പുറത്തു വന്നതോടെ വിദ്യാർത്ഥികൾ കടുത്ത നിരാശയിലും അമർഷത്തിലുമായി വലിയ പ്രതിഷേധങ്ങളിലേക്ക് നീങ്ങി. ഇത് ഒരു വശത്താണെങ്കിൽ, മറുവശത്ത് CBSE 12ാം ക്ലാസ് പരീക്ഷകളുടെ സ്ക്രീനിങ്ങിലും മാർക്ക് തത്തുല്യമാക്കുന്നതിലും ഇതുപോലുള്ള വലിയ ക്രമക്കേടുകൾ നടക്കുകയുണ്ടായി. ചുരുക്കത്തിൽ ഈ വർഷം നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ തുടർച്ചയായി ഉണ്ടായ ഇത്തരം വൻ തട്ടിപ്പുകൾ കണ്ടിട്ടാണ് സോനം വാങ്ചുങ്ങിനെ പോലുള്ള ആളുകൾക്ക് ഒട്ടും സഹിക്കാൻ കഴിയാതെ വന്നത്. ഇതിനിടയിലാണ് രാജ്യത്തെ യുവാക്കളുടെ പ്രതിഷേധങ്ങളെക്കുറിച്ചും അവരുടെ നിലപാടുകളെക്കുറിച്ചും ചില രാഷ്ട്രീയ ചർച്ചകളും സുപ്രീം കോടതിയുടെ പരാമർശങ്ങളും വരുന്നത്. ഇവരും മറ്റു വിദ്യാർത്ഥി സംഘടനകളും എല്ലാം ഒന്നു ചേർന്ന് കേന്ദ്ര ഡൽഹിയിൽ വെച്ചാണ് ഈ വലിയൊരു പ്രതിഷേധ സമരം ആരംഭിച്ചത്. നമുക്കറിയാം, രാജ്യത്ത് എന്ത് വലിയ പ്രശ്നമുണ്ടായാലും അതിൻ്റെയൊക്കെ പ്രധാന സമരവേദി ഡൽഹി തന്നെയാണ്. കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് നടന്ന കർഷക സമരമായാലും അല്ലെങ്കിൽ ഈ ഗുസ്തി താരങ്ങളുടെ സമരമായാലും രാജ്യം മുഴുവനും ശ്രദ്ധിക്കപ്പെട്ടത് അത് ഡൽഹിയിൽ നടന്നതുകൊണ്ടാണ്. ഇന്ത്യയുടെ പാർലമെന്റും രാജ്യത്തിന്റെ സൈനിക ആസ്ഥാനവും എല്ലാ ഭരണസിരാ കേന്ദ്രങ്ങളും സ്ഥിതി ചെയ്യുന്ന ആ ഹൃദയഭാഗത്ത് വെച്ച് ഇത്രയും വലിയൊരു സമരം നടക്കുമ്പോൾ അത് ഭരണാധികാരികളുടെ ശ്രദ്ധയിൽപ്പെടാതിരിക്കില്ല. കാരണം രാജ്യത്തിന്റെ തീരുമാനങ്ങൾ എടുക്കുന്ന പ്രധാനപ്പെട്ട ആളുകളെല്ലാം ഇരിക്കുന്നത് അവിടെയാണ്. ലക്ഷക്കണക്കിന് കുട്ടികളുടെ ഭാവി വെച്ചാണ് ഇവിടെ കളി നടന്നിരിക്കുന്നത്. ഒരു വശത്ത് നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച, മറുവശത്ത് CBSE 12ാം ക്ലാസ് വിദ്യാർത്ഥികൾ നേരിടുന്ന ഈ മാർക്ക് പ്രതിസന്ധി. ഇത്രയും ഗുരുതരമായ പ്രശ്നങ്ങൾക്ക് ധാർമ്മികമായ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് വിദ്യാഭ്യാസ മന്ത്രി ഉടനടി രാജിവെക്കണമെന്നാണ് സമരം ചെയ്യുന്നവർ ആവശ്യപ്പെടുന്നത്. സോനം വാങ്ചുവിനൊപ്പം ഓൾ ഇന്ത്യ സ്റ്റുഡൻസ് അസോസിയേഷൻ പോലുള്ള സംഘടനകളിലെ നേഹ, മനീഷ്, ആമീൻ, ദീപക് തുടങ്ങിയ നിരവധി വിദ്യാർത്ഥികളും ഈ നിരാഹാര സമരത്തിൽ പങ്കുചേർന്നിട്ടുണ്ട്. ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ സമരം കൃത്യം 19ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇത്രയും ദിവസമായി ആഹാരം ഒന്നും കഴിക്കാത്തത് കൊണ്ട് തന്നെ സോനം വാങ്ചുവിന് ഏതാണ്ട് 8 കിലോഗ്രാമോളം ശരീരഭാരം കുറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ ആരോഗ്യനില അതീവ ഗുരുതരമാണ്. നേഹ എന്ന പെൺകുട്ടിക്ക് 5.85 കിലോയും മനീഷിന് 8 കിലോയും ആമിന് 8.3 കിലോയും ശരീരഭാരം കുറഞ്ഞിട്ടുണ്ട്. സ്വന്തം ജീവൻ പോലും പണയം വെച്ചാണ് ഈ വിദ്യാർത്ഥികൾ അവിടെ സമരപന്തലിരിക്കുന്നത്. ഇവരുടെ എല്ലാം ഒരേ ഒരു ചോദ്യം ഇതാണ്: ഇന്ത്യയിലെ വിദ്യാർത്ഥികളോട് കാണിച്ച ഈ വലിയ അനീതിക്ക് ആരാണ് ധാർമ്മികമായ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പോകുന്നത്?
ചോദ്യപേപ്പർ ചോർത്തിയ താഴേക്കിടയിലുള്ള ഏതെങ്കിലും ഒരു ജീവനക്കാരനെ ജോലിയിൽ നിന്നും പിരിച്ചുവിടുകയോ അല്ലെങ്കിൽ അയാളെ അറസ്റ്റ് ചെയ്യുകയോ ചെയ്തതുകൊണ്ട് മാത്രം ഈ പ്രശ്നം അവസാനിക്കുമോ? തീർച്ചയായും ഇല്ല. കാരണം ഇവിടെ പ്രശ്നം കിടക്കുന്നത് സിസ്റ്റത്തിന്റെ തലപ്പത്താണ്. ഇന്ത്യയിലെ വിദ്യാഭ്യാസ രംഗത്ത് ഇത്തരം ചോദ്യപേപ്പർ ചോർച്ചകൾ നിരന്തരമായി ആവർത്തിക്കപ്പെടുന്ന ഒന്നായി മാറിയിരിക്കുകയാണ്. പണം വാങ്ങി ചോദ്യപേപ്പർ വിൽക്കുന്ന ഇത്തരം മാഫിയകളെ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇതിന് പൂർണ്ണമായ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഇന്ത്യയുടെ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ തന്റെ പദവിയിൽ നിന്നും രാജിവെക്കണമെന്നാണ് ഇവർ പ്രധാനമായും ആവശ്യപ്പെടുന്നത്. ഒരു നിമിഷം നമ്മൾ ആലോചിച്ച് നോക്കുക. ഇന്ന് ഈ പരീക്ഷ എഴുതുന്ന കുട്ടികളാണ് നാളെ ഡോക്ടർമാരായി വന്ന് നമ്മുടെ ജീവൻ രക്ഷിക്കേണ്ടത്. അങ്ങനെ ഡോക്ടറാകാൻ എഴുതുന്ന ഒരു പരീക്ഷയുടെ ചോദ്യപേപ്പർ ലക്ഷങ്ങൾ കൊടുത്ത് വാങ്ങി ഒരാൾ പാസ്സായാൽ അയാൾ അടുത്ത 5 വർഷം എങ്ങനെയാണ് മെഡിസിൻ പഠിക്കുക? നാളെ ഇങ്ങനെയുള്ളവരുടെ കൈകളിലേക്ക് സ്റ്റെതസ്കോപ്പും സർജിക്കൽ ബ്ലേഡും സിറിഞ്ചും ഒക്കെ നൽകിയിട്ട് നമ്മുടെ ശരീരം നോക്കാൻ പറഞ്ഞാൽ അത് എത്രത്തോളം സുരക്ഷിതമായിരിക്കും? കഷ്ടപ്പെട്ട് പഠിക്കുന്ന മിടുക്കന്മാരായ കുട്ടികളെ തഴഞ്ഞിട്ട് പണവും സ്വാധീനവും ഉള്ള ആളുകൾ ഇത്തരത്തിൽ തട്ടിപ്പിലൂടെ ഡോക്ടർമാരാകുന്നത് എങ്ങനെ ന്യായീകരിക്കാൻ കഴിയും? ഈ ഒരു വലിയ ചോദ്യമാണ് രാജ്യത്തെ യുവതലമുറ ഇന്ന് ഭരണകൂടത്തിന് മുന്നിൽ ഉയർത്തുന്നത്. സമരം ഇങ്ങനെ ദിവസം 1 കഴിഞ്ഞു, 2 കഴിഞ്ഞു, ഇതാ ഇപ്പോൾ 19ാം ദിവസത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. ഇതിനടുത്ത ഘട്ടമായി വരുന്ന ജൂലൈ 20-ന് അവർ വളരെ നിർണായകമായൊരു നീക്കത്തിനൊരുങ്ങുകയാണ്. മറ്റു വിദ്യാർത്ഥി സംഘടനകളുമായി ചേർന്ന് തങ്ങളുടെ ആവശ്യങ്ങൾ അടങ്ങിയ നിവേദനം രാജ്യത്തെ MP-മാർക്ക് കൈമാറാൻ അവർ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിനായി ജൂലൈ 20-ന് പാർലമെന്റിലേക്ക് സമാധാനപരമായ ജനകീയ മാർച്ച് അവർ നടത്തുന്നുണ്ട്. ഈ മാർച്ചിൽ എല്ലാവരും പങ്കുചേരണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. ഇന്ന് ജൂലൈ 16 ഇനി വെറും 4 ദിവസങ്ങൾ മാത്രമാണ് ജൂലൈ 20-ലേക്കുള്ളത്. ഈ സമാധാനപരമായ മാർച്ചിലൂടെ തങ്ങളുടെ ശബ്ദം ഭരണകൂടത്തിന്റെ ഏറ്റവും മുകളിലത്തെ തട്ടിലെത്തിക്കാൻ കഴിയുമെന്നാണ് സമരക്കാർ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ ഇതിനിടയിൽ അതീവ ആശങ്ക ഉണർത്തുന്ന മറ്റൊരു കാര്യം സുപ്രീം കോടതിക്ക് മുന്നിലെത്തിയ ഒരു ഹർജിയിലാണുള്ളത്. സോനം വാങ്ചുവിന്റെ ആരോഗ്യനില ഇപ്പോൾ വല്ലാതെ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഇപ്പോൾ പ്രായം ഏതാണ്ട് 60 വയസ്സോളമായി. യുവതലമുറയിലെ കുട്ടികളെ പോലെയല്ല. ഈ പ്രായത്തിൽ 19 ദിവസത്തോളം ആഹാരമൊന്നും കഴിക്കാതിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ആന്തരിക അവയവങ്ങളെ പോലും ബാധിച്ചേക്കാം. ഇനിയും 2 ദിവസത്തിനപ്പുറം ഈ നില തുടർന്നാൽ ജീവന് തന്നെ വലിയ അപകടമാണെന്ന് ഹർജിയിൽ പറയുന്നുണ്ട്. ഈ വിഷയത്തിൽ സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിനോട് വളരെ ശക്തമായ ചോദ്യങ്ങൾ ചോദിക്കുകയുണ്ടായി. സോനം വാങ്ചുവിന്റെ ജീവൻ സംരക്ഷിക്കേണ്ടത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വമാണെന്ന് കോടതി ഓർമ്മിപ്പിച്ചു. സ്വകാര്യ ഡോക്ടർമാരെ വെച്ചാണ് നിരീക്ഷിക്കുന്നത് എന്ന ഗവൺമെന്റിന്റെ മറുപടിക്ക് എന്തുകൊണ്ട് സർക്കാർ ഡോക്ടർമാരെ നിയോഗിച്ചുകൂടാ എന്ന് കോടതി ചോദിച്ചു. ഈ രാജ്യത്തെ ഓരോ പൗരന്റെയും ജീവൻ വിലപ്പെട്ടതാണ്. അതുപോലെ തന്നെ സോനം വാങ്ചുവിന്റെ ജീവനും അതീവ പ്രധാനമാണ്. ഭരണകൂടത്തിനെതിരെ സമരം ചെയ്യുന്നു എന്ന് കരുതി ഒരു വ്യക്തിയുടെ ആരോഗ്യകാര്യത്തിൽ നിസ്സംഗത കാണിക്കാൻ കഴിയില്ല എന്നും അദ്ദേഹത്തിന് ആവശ്യമായ കൃത്യമായ പരിചരണം നൽകണമെന്നും സുപ്രീം കോടതി കർശന നിർദ്ദേശം നൽകി. കോടതിയുടെ ഈ ശക്തമായ ഇടപെടലിന് പിന്നാലെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ആദ്യ പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ലൈവ് മിനിറ്റ് മാധ്യമത്തിൽ വന്ന പ്രധാനപ്പെട്ട ഹെഡ്ലൈൻ ഞാൻ നിങ്ങളോട് പറയാം. ഇത്രയും ദിവസമായി ഈ വിഷയത്തിൽ മൗനം പാലിച്ചിരുന്ന ഗവൺമെന്റ് ഇപ്പോൾ കോടതിക്ക് മുന്നിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഇതാണ്. സർക്കാർ നിയോഗിക്കുന്ന ഡോക്ടർമാരുടെ റിപ്പോർട്ട് വരുന്ന മുറയ്ക്ക് അതിന്റെ അടിസ്ഥാനത്തിൽ ആവശ്യമായ എല്ലാ വൈദ്യസഹായങ്ങളും അടിയന്തരമായി നൽകാൻ തയ്യാറാണ്. അതായത് മെഡിക്കൽ ടീം പരിശോധന നടത്തി അദ്ദേഹത്തിന്റെ ആരോഗ്യനില മോശമാണ് എന്ന് റിപ്പോർട്ട് നൽകിയാൽ സർക്കാർ ഇടപെടുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. എന്നാൽ ഇതിനോടകം സോനം വാങ്ചു സോഷ്യൽ മീഡിയയിലൂടെ വിദ്യാർത്ഥികൾക്കായി ഒരു സന്ദേശം പങ്കുവച്ചിട്ടുണ്ട്. എൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് നിങ്ങൾ ആരും ആകുലപ്പെടേണ്ടതില്ല, ഞാനിത് നേരിട്ടോളാം. പക്ഷെ വരാനിരിക്കുന്ന ജൂലൈ മാസം 20-ന്റെ മാർച്ചിൽ നിങ്ങൾ എല്ലാവരും ഒന്നിച്ച് അണിനിരക്കണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. ഇപ്പോൾ നിങ്ങൾ ഇൻസ്റ്റഗ്രാമിലോ യൂട്യൂബിലോ എവിടെ നോക്കിയാലും ഈ ഒരു വിഷയമാണ് ഏറ്റവും വലിയ ചർച്ചയായി ട്രെൻഡിങ്ങിൽ പോകുന്നത്. സോനം വാങ്ചുവിന്റെ ഈ സമര രീതിയോട് വിയോജിക്കുന്നവരും അതല്ല അദ്ദേഹം ചെയ്യുന്നത് തികച്ചും ശരിയാണ് എന്ന് പറയുന്നവരും നമുക്കിടയിലുണ്ട്. രാജ്യത്തിപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്നതിൻ്റെ കൃത്യമായ വിവരങ്ങളാണ് നിങ്ങളിപ്പോൾ അറിഞ്ഞത്. ഇനി നിങ്ങളുടെ ഊഴമാണ്. ഈ ഒരു വലിയ സമരത്തെക്കുറിച്ചും രാജ്യത്തെ വിദ്യാഭ്യാസ രംഗത്തെ പ്രതിസന്ധികളെക്കുറിച്ചും നിങ്ങളുടെ വ്യക്തിപരമായ അഭിപ്രായം എന്താണ്? ഈ സമരത്തിലൂടെ ഒരു ശാശ്വത പരിഹാരം ഉണ്ടാകുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? നിങ്ങളുടെ നിലപാടുകൾ താഴെ കമന്റിൽ പറയാം. ഈ വിഷയത്തെക്കുറിച്ച് കൃത്യമായി അറിയാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യാം. അവസാനമായി ഒരൊറ്റ കാര്യം കൂടി പറയാം.
രാഷ്ട്രീയത്തിനപ്പുറം ഈ രാജ്യത്തെ ഓരോ മനുഷ്യന്റെയും ജീവൻ എന്ന് പറയുന്നത് അതീവ വിലപ്പെട്ടതാണ്. അത് ആരുടേതായാലും ഒരു ജീവൻ പോലും നഷ്ടപ്പെടാൻ നമ്മൾ അനുവദിക്കരുത്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.